കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിക്കേണ്ട അധിക വിഹിതത്തെക്കുറിച്ച് ദില്ലിയിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടു. അധികമായി വായ്പയ്ക്ക് അനുമതി നൽകാനാകില്ല എന്ന് കേന്ദ്രം ആവർത്തിച്ചു. സംസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് അംഗീകരിച്ച തുക മാത്രം നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്. ഇപ്പോൾ അധിക തുക അനുവദിക്കില്ല എന്ന് കേന്ദ്രം പറയുന്നു. അപ്പോൾ കേരളം ആവശ്യപ്പെട്ടിൽ നിന്നും എത്ര കുറവാണ് ഇപ്പോൾ തരാൻ ഉദ്ദേശിക്കുന്നത്? കണക്കുകൾ പറയുന്നുണ്ടോ? കേന്ദ്രവും അതുപോലെ കേരളവും ഈ കടമെടുപ്പ് വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ച പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന് അർഹപ്പെട്ട തുക മാത്രമാണ് കേരളം നൽകുക എന്ന് അറിയുന്നു. കേരളം ഇതിൽ ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നത് 19,000 കോടി, അതായത് 19,351 കോടി രൂപ വായ്പ അനുവദിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഇതിനോട് കേന്ദ്രം യോജിക്കാതെ വന്നതോടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചർച്ച പരാജയപ്പെട്ടത് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. പക്ഷേ എത്ര രൂപയാണ് നിലവിൽ? നേരത്തെ കോടതിയിൽ കേരളത്തിന് അവകാശപ്പെട്ട തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം ഒരു നിലപാട് അറിയിച്ചു. ആ തുക മാത്രമാണ് ഇപ്പോൾ നൽകാൻ കഴിയുക എന്ന നിലപാടാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അത് തീർച്ചയായും നിലവിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ഏറ്റ തിരിച്ചടി ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചർച്ച ചെയ്ത് ഇത് കൃത്യമായി ഒരു പരിഹാരം കണ്ടെത്തണം എന്നായിരുന്നു ഇതിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നത്. അധികമായി ചോദിച്ച തുക നൽകാനാവില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി ചീഫ് സെക്രട്ടറി വി വേണു ഇന്നിപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാണെങ്കിലും നിലവിലത്തെ ചർച്ചകൾ പരാജയപ്പെടുന്നതും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ബാക്കി വിശദാംശങ്ങളും കേരളം കോടതി അടുത്ത ദിവസം അറിയിക്കും. പിന്നീടായിരിക്കും കോടതി ഇതിൽ മറ്റ് തീരുമാനങ്ങൾ എടുക്കുക. എന്നാണെങ്കിൽ നിലവിൽ കേരളത്തിന് അവകാശപ്പെട്ട തുക മാത്രം നൽകാൻ സന്നദ്ധമാണ് എന്നാണ് കേന്ദ്രം ഇതിൽ വ്യക്തമാക്കുന്നത്. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കേന്ദ്രത്തിന് ചില പ്രതിസന്ധികളുണ്ട്. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളും സമാന ആവശ്യം ഉന്നയിച്ച് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്രം ഇതിലൊരു വിശദീകരണമായി ഒരുപക്ഷെ പറയാൻ സാധ്യത ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ സമാനമായ ഒരു വിശദീകരണം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതും യാഥാർത്ഥ്യമാണ്. അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ തീരുമാനത്തെയും കേന്ദ്രം ന്യായീകരിക്കാൻ പോകുന്നത്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.